ഊട്ടിയിലേക്കുള്ള യാത്ര എന്നും വലിയ ഹരമാണ്. കുന്നും മലകളും കയറിയിറങ്ങി കാടിൻ്റെ ഗന്ധവും ആസ്വദിച്ച് നല്ലൊരു യാത്ര. ഭാഗ്യമുണ്ടെങ്കിൽ വല്ല കാട്ടാനയെയും കാണാം. ജീവിതത്തിൽ എത്ര തവണ ഊട്ടിയിൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതുവരെ ഊട്ടിയിൽ പോകാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയതാണ്. കൂടെ പ്രിയതമയും മകളും കൂട്ടുകാരനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഉണ്ട്. പെരിന്തൽമണ്ണ, പാണ്ടിക്കാട്, വണ്ടൂര്, നിലമ്പൂര്, വഴിക്കടവ്, നാടുകാണി ചുരം വഴിയാണ് യാത്ര. നാടുകാണി ചുരത്തിലൂടെ സഞ്ചരിക്കുന്നവർക്കുള്ള ഒരു പ്രധാന കേന്ദ്രമാണ് ചുരത്തിൽ കാണുന്ന സയ്യിദ് സ്വാലിഹ് തങ്ങളുടെ മക്ബറ. എപ്പോഴും നിർത്തുന്നതുപോലെ ഞങ്ങളും വാഹനം ഒരു സൈഡിൽ നിർത്തി ഇറങ്ങി. അവിടെ സന്ദർശിച്ച് അല്പനേരം അവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി നിന്നു. ആ വഴി സഞ്ചരിക്കുന്ന മിക്ക വാഹനങ്ങളും അവിടെ എത്തുന്ന സമയത്ത് അവിടെയുള്ള സേവകൻ്റെ കയ്യിലേക്ക് കുറച്ചു പണം കൊടുക്കും. അദ്ദേഹത്തിനല്ല, ആ മക്ബറയിൽ കിടക്കുന്ന മഹാൻ്റെ ഒരു സഹായം ആ യാത്രയിൽ അവർക്ക് ലഭിക്കണമെന്ന് ആഗ്രഹത്തോടെ ആ മഹാൻ്റെ ദർഗയിലേക്കാണ് അവരത് കൊടുക്കുന്നത്. അങ്ങനെ ഒരു മനോഹര കാഴ്ച ഞാനും കണ്ടു. ഏകദേശം 600 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ദർഗക്ക്. മുകളിൽ വേറെയും ഒരുപാട് ദർഗകളുണ്ട്. പക്ഷേ ആനകളുടെ സ്ഥിര സാന്നിധ്യമുള്ളതിനാൽ അങ്ങോട്ട് പോകാൻ അനുമതിയില്ല എന്ന് അവിടെ പരിചാരകനായി നിൽക്കുന്ന ഒരു പ്രായം ചെന്ന മനുഷ്യൻ പറഞ്ഞു. കാഴ്ചകൾ കണ്ട് വാഹനത്തിൽ കയറാൻ വന്നപ്പോഴേക്കും ഒരു വാഹനം അപ്പുറത്തെ സൈഡിൽ നിർത്തി അതിൽ നിന്നൊരാൾ കൈകാട്ടി നിൽക്കാൻ പറയുന്നു എന്നോട്. അടുത്തെത്തിയ അദ്ദേഹത്തിൻ്റെ ചോദ്യം കേട്ട് ഞാൻ വല്ലാതെ ചിരിച്ചു. പല്ലുവേദനയുടെ ഉസ്താദല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. നേരത്തെ പല്ലുവേദനയുടെ ഒരു വീഡിയോ വൈറലായ കാരണം കൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയുന്നത്. ഇനി വേറെ എന്തെങ്കിലും വൈറലാക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങൾ യാത്ര തുടങ്ങി. ആദ്യമായി ചുരത്തിലൂടെ യാത്ര ചെയ്യുന്ന എൻ്റെ മകൾ ഫാദിയയാണിത്. കാഴ്ചകൾ കണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പാട്ടുകൾ പാടുന്നുണ്ട്. സ്വല്പം മുന്നോട്ട് ചെന്ന് ഞങ്ങൾ ഒരു കടയുടെ അരികിൽ വാഹനം നിർത്തി. ഗ്രീൻലാൻഡ് എന്നാണ് ആ കടയുടെ പേര്. അവിടെ ടോയ്ലറ്റ് അടക്കം യാത്രക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യം റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നതിനാൽ 45 മിനിറ്റ് വേണം അങ്ങോട്ടെത്താൻ. സമയം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്. വഴിയരികിൽ നിന്ന് ഇളനീർ കുടിക്കാൻ വാഹനം നിർത്തി. അദ്ദേഹം ഇളനീർ വെട്ടുന്നത് കാണാൻ നല്ല രസമുണ്ട്.
പെട്ടെന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കും കിട്ടി അവസാനം 50 രൂപയാണ് ഒന്നിന്. ഏകദേശം 2:30 ആയപ്പോൾ ഞങ്ങൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തെത്തി. ഇവിടെ റൂമെടുത്ത് ഭക്ഷണം കഴിച്ച് ഒന്ന് വിശ്രമിച്ചിട്ട് വേണം കാട്ടിലേക്ക് കടക്കാൻ. മാത്രമല്ല, വൈകുന്നേരം 4 മണി സമയത്തിറങ്ങിയാൽ ഒരുപാട് വന്യമൃഗങ്ങളെയും കാണാമെന്ന് അവിടെയുണ്ടായിരുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു. അദ്ദേഹമാണ് ഞങ്ങൾക്ക് റൂം തരപ്പെടുത്തി തന്നത്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഈ വഴി സഞ്ചരിക്കുന്നവർക്ക് റൂം ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാം. അദ്ദേഹം റൂം തരപ്പെടുത്തി തന്നു. 1000 രൂപക്ക് ഒരു ഫാമിലിക്ക് സുഖമായി കഴിഞ്ഞുകൂടാനുള്ള റൂം കിട്ടി. അത്യാവശ്യം സൗകര്യമുള്ള റൂം തന്നെ. തണുപ്പ് കാലമായതിനാൽ ചൂട് തീരെയില്ല. റൂമെടുത്തു, ഭക്ഷണം കഴിച്ചു. അത്യാവശ്യം പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 4 മണിയായി. കാട്ടിലൂടെയുള്ള യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങി. ആകാംക്ഷയിലായിരുന്നു എല്ലാവരും. വല്ല വന്യമൃഗങ്ങളെയും കാണുമോ എന്നായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. പക്ഷേ ആരും പുറത്തു പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ കാട്ടിൽ പ്രവേശിച്ചു.